ഹലോ വെൽക്കം ബാക്ക് ടു KTU സിവിൽ ആൻഡ് മെക്കോണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 1 മൊഡ്യൂൾ 4 ആണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU സിവിൽ ആൻഡ് മെക്കോണ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം പ്ലസ് 2 പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിലബസിൽ ILD ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീമും ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഓവർ ഹാങ്ങിങ് ബീമിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. ഓവർ ഹാങ്ങിങ് ബീം വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ILD നോക്കാം. ഇതാണ് നമ്മൾ ബീം AB X ഡിസ്റ്റൻസിൽ ഒരു 1 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. മൊത്തം സ്പാൻ എന്ന് വെച്ചാൽ L ആണ് മൊത്തം സ്പാൻ വരിക. ദെൻ നമ്മൾ ഓരോ റിയാക്ഷനും RA RBയും കണ്ടുപിടിക്കുന്നത് സിഗ്മ FI = 0 വെക്കുമ്പോൾ RA + RB = 1. ദെൻ M@A = 0 വരുമ്പോൾ RB ഇൻറ്റു മൊത്തം ഡിസ്റ്റൻസ് L, RB ഇൻറ്റു L മൈനസ് 1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് X മൈനസ് 1 ഇൻറ്റു X = 0. ദെൻ RB = X/L എന്ന് കിട്ടും. ദെൻ RB ഇതിൽ കൊടുത്തിട്ട് RAക്ക് വാല്യൂ കിട്ടും 1 - X/L = L - X/L. RAക്ക് വാല്യൂ കിട്ടി. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ILD ഫോർ RAയും ILD ഫോർ RBയും കണ്ടുപിടിക്കലാണ്. ആദ്യം തന്നെ റിയാക്ഷൻ്റെ ILD കണ്ടുപിടിക്കും, ദെൻ ഷിയർ ഫോഴ്സിൻ്റെ ILD കണ്ടുപിടിക്കും, ദെൻ ബെൻഡിങ് മൊമെൻ്റ് ILD കണ്ടുപിടിക്കും. ഫസ്റ്റ് തന്നെ റിയാക്ഷൻ്റെ ILD കണ്ടുപിടിക്കുന്നത്, ILD ഫോർ RA കണ്ടുപിടിക്കുന്നത്. ദെൻ ലിമിറ്റ് 0 to X എന്ന് രണ്ടിലും കൊടുക്കണ്ടേ, 0 to L ആണ് രണ്ടിലും കൊടുക്കണ്ടേ. ദെൻ 0 to X = 0 കൊടുക്കുന്നത്. RAൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ L - X/L ആണല്ലോ. ദെൻ L - 0, Xൻ്റെ വാല്യൂ 0 / L = 1 എന്ന് കിട്ടി. ദെൻ X = L കൊടുക്കുന്നത്. RA = L - L / 0. RAക്ക് X = 0 X = L വാല്യൂ കിട്ടി. ദെൻ X = 0 വരുമ്പോൾ RAക്ക് 1 മുകളിൽ വെട്ട് അതിൻ്റെ ആ ഡിസ്റ്റൻസ് അടയാളപ്പെടുത്താം. ദെൻ X = L വരുമ്പോൾ 0. ദെൻ നമുക്കത് എല്ലാം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ILD ഫോർ RAൻ്റെ ഡയഗ്രാം കിട്ടും. RAൻ്റെ ILD ഡയഗ്രാം കിട്ടും. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ILD ഫോർ RB. നേരത്തെ പോലെ തന്നെ ലിമിറ്റ് X = 0 X = L തന്നെയാണ് ലിമിറ്റ്. RBൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ X/L ആണ്. ദെൻ X = 0 കൊടുക്കുന്നത് 0/L 0 വന്ന് X = L കൊടുക്കുന്നത്. RBൻ്റെ വാല്യൂ L/L = 1 എന്ന് വന്നു. നേരത്തെ പോലെ തന്നെ ILD ഫോർ RB വരയ്ക്കുന്നത്. X = 0 കൊടുക്കുമ്പോൾ 0, X = L വരുമ്പോൾ 1. ദെൻ അത് കൂട്ടി യോജിപ്പിച്ച് ILD ഫോർ RBക്ക് വാല്യൂ ഡയഗ്രാം വരച്ച്. നെക്സ്റ്റ് ആണ് ILD ഫോർ ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സിൽ 2 സെക്ഷനിൽ വെച്ചിട്ടാണ്, 2 സെക്ഷൻ വെക്കണോ, എന്നിട്ടാണ് എന്ത് വരയ്ക്കുക, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുക. ഫസ്റ്റത്തെ സെക്ഷൻ വെക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ലോഡ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസിൻ്റെ ഒക്കെ കൂടുതൽ ഒരു സെക്ഷൻ വെക്കുന്നത് S < Z. ദെൻ ഷിയർ ഫോഴ്സ്, ഇവിടെയാണ് നമ്മൾ സെക്ഷൻ വരുന്നത്. നമുക്ക് ഈ സൈഡിൽ നിന്ന് ഷിയർ ഫോഴ്സ് എടുക്കാം, ഈ സൈഡിൽ നിന്ന് ഷിയർ ഫോഴ്സ് എടുക്കാം. നമുക്ക് കൂടുതൽ സിമ്പിൾ എന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ഷിയർ ഫോഴ്സ് എടുക്കുന്നതായിരിക്കും. ദെൻ ഈ ലോഡ് മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. റണ്ണ് നോക്കുമ്പോൾ റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ് ആണല്ലോ. ദെൻ റൈറ്റ് അപ്വേർഡ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും. ദെൻ -RB ആയിരിക്കും വരും. RBൻ്റെ വാല്യൂ -X/L. ഓക്കെ. ദെൻ X = 0 കൊടുക്കുന്നു, X = Z കൊടുക്കുന്നു. X = 0 കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും, -0/L 0. ദെൻ X = Z കൊടുക്കുന്നു, -Z/L കൊടുക്കും, -Z/L എന്ന് വാല്യൂയും കിട്ടി. അടുത്ത സെക്ഷൻ കൊടുക്കുന്നത് X > Z. ഷിയർ ഫോഴ്സ് RB X > Z കൊടുക്കുന്നത്. Z ചെറുതാണല്ലോ. അപ്പോൾ നമുക്ക് ഈ സെക്ഷൻ ഈ സൈഡിൽ നിന്ന് എടുക്കുക, ഈ സൈഡിൽ നിന്നാണ് കൂടുതൽ സിമ്പിൾ ആയിരിക്കുക. സോ RB ഇൻറ്റു ഈ ഡിസ്റ്റൻസ് വരിക, RA ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ബെൻഡിങ് മൊമെൻറ്റ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. ഷിയർ ഫോഴ്സ് എടുക്കുമ്പോൾ RA മാത്രമേ വരുന്നുള്ളൂ, മുകളിലോട്ടേക്കാണല്ലോ. ഇവിടെയും ഷിയർ ഫോഴ്സ് ആണല്ലോ. ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ടാണ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. RB എന്ന് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ RA മുകളിലോട്ടേക്കാണ്, പോസിറ്റീവാണ്. ദെൻ RA = RAൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് L - X/L ആണ്. നമുക്ക് സെക്ഷൻ കൊടുക്കുന്നത് X = Z ലും X = L ലും. നേരത്തെ കൊടുത്തില്ല X = 0 ലും X = Z, അത് മാറിപ്പോരാ. അതിന് X = Z കൊടുക്കുന്നത്. ഷിയർ ഫോഴ്സ് L - Z/L. X = L കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് കിട്ടും, L - L/L 0 എന്ന് കിട്ടും. ദെൻ നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം വെച്ചിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത്, ILD ഫോർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ. ദെൻ ഇതാണ് നമ്മളെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. X = 0 കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0,
എക്സ് ഈസിക്കൽ ടു സെഡ് കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ മൈനസ് സെഡ് ബൈ എൽ, മൈനസ് ആയതുകൊണ്ട് താഴോട്ടായിരിക്കും സെഡ് ബൈ എൽ. ദെൻ എക്സ് ഈസിക്കൽ ടു സെഡ് കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് ഇക്കൽ ടു എൽ മൈനസ് സെഡ് ബൈ എൽ. ദെൻ അത് മുകളിലോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുക, ഇതിൻ്റെ നേരെ മുകളിലോട്ടായിരിക്കും പോസിറ്റീവാണ് എൽ മൈനസ് സെഡ് ബൈ എൽ. എക്സ് ഈസിക്കൽ ടു എൽ കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0. ദെൻ നമുക്ക് ILD4 ഷിയർ ഫോഴ്സിൻ്റെ ഡയഗ്രവും കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ILD4 ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഇതേപോലെ തന്നെയാണ് സെക്ഷൻ കൊടുക്കുന്നതും എക്സ് ലെസ് ദാൻ സെഡിലും കൊടുക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ സെഡിലും കൊടുക്കണം. ദെൻ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് എക്സ് ഈസിക്കൽ ടു 0ലും എക്സ് ഈസിക്കൽ സെഡിലും, അടുത്ത ലിമിറ്റ് വരുമ്പോൾ എക്സ് ഈസിക്കൽ സെഡിലും എക്സ് ഈസിക്കൽ ടു എല്ലിലും തന്നെയാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കാം. സോ നമുക്ക് ചെയ്യുന്ന നോക്കാം. ILD4 ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് എക്സ് ലെസ് ദാൻ സെഡ്, ഈ സൈഡിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നു, ഈ സൈഡിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നു, ഈ സൈഡിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നതായിരിക്കും പിന്നെയും സിമ്പിൾ, അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നു. ദെൻ RB ഇൻറ്റു ഈ മൊത്തം ഡിസ്റ്റൻസ്, ഈ സെക്ഷൻ തൊട്ടിട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എൽ മൈനസ് സെഡ്, മൊത്തം എല്ലാണല്ലോ, ഇവിടെ തൊട്ട് ഡിസ്റ്റൻസ് സെഡ് ആണല്ലോ. സോ എൽ മൈനസ് സെഡ് എന്നായിരിക്കും വരിക. RB ഇൻറ്റു എൽ മൈനസ് സെഡ്, RBൻ്റെ വാല്യൂ വരെ എക്സ് ബൈ എൽ എന്നാണ്. ദെൻ നമ്മൾ നേരത്തെ പോലെ തന്നെ ലിമിറ്റ് കൊടുക്കുന്നത് എക്സ് ഈസിക്കൽ ടു 0 കൊടുക്കുന്നത്, എക്സ് ഈസിക്കൽ ടു സെഡ് കൊടുക്കണം. എക്സ് ഈസിക്കൽ ടു 0 കൊടുക്കുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. അതേപോലെ തന്നെ എക്സ് ഈസിക്കൽ ടു സെഡ് കൊടുക്കുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് സെഡ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് സെഡ് എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എക്സ് ഗ്രേറ്റർ ദാൻ സെഡ്. എക്സ് ഗ്രേറ്റർ ദാൻ സെഡ് നേരത്തെ പോലെ തന്നെ ഇവിടെ സെക്ഷൻ കൊടുക്കുന്നു, നമുക്ക് ഇവിടെയും കൺസിഡർ ചെയ്യാം, ഇവിടെയും കൺസിഡർ ചെയ്യാം. ഇവിടെ കൺസിഡർ ചെയ്യുന്നത് RB ഇൻറ്റു ഈ ഡിസ്റ്റൻസ് സെഡ്, RA ഇൻറ്റു ഈ ഡിസ്റ്റൻസ് സെഡ്. സോ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഇക്വൽ ടു RA ഇൻറ്റു സെഡ്. RA എന്ന് വെച്ചാൽ എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ എൽ ഇൻറ്റു സെഡ്. ദെൻ എക്സ് ഈസിക്കൽ ടു സെഡ് കൊടുക്കുന്നത്, എക്സ് ഈസിക്കൽ ടു എൽ എന്നും കൊടുക്കുന്നത്. എക്സ് ഈസിക്കൽ ടു സെഡ് കൊടുക്കുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ എൽ മൈനസ് സെഡ് ഡിവൈഡ് ബൈ എൽ ഇൻറ്റു എൽ ആയിരിക്കും. ദെൻ എക്സ് ഈസിക്കൽ ടു എൽ കൊടുക്കുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റത്തിൻ്റെയും ILD വരയ്ക്കുന്നു. ഓക്കെ, എക്സ് ഈസിക്കൽ ടു 0 വരുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0, എക്സ് ഈസിക്കൽ ടു സെഡ് വരുമ്പോൾ രണ്ടും സെയിം വാല്യൂ തന്നെയാണ് കിട്ടിയത്, സെഡ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് സെഡ്, അത് തന്നെയാണ് സെയിം വാല്യൂ കിട്ടിയത്. എക്സ് ഈസിക്കൽ ടു എൽ വരുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് 0, വാല്യൂ 0. ദെൻ അതെല്ലാം വെച്ചിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എക്സാമിനെല്ലാം ചോദിക്കുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്ത അതിൻ്റെ റിയാക്ഷൻസ് കണ്ടുപിടിച്ച്, ദെൻ ILD4 റിയാക്ഷൻ കണ്ടുപിടിച്ച്, ILD4 ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച്, അടുത്ത ILD4 ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിച്ച്. ഓക്കെ, സിമ്പിളാണ് സംഭവം. അടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം. ഇതാണ് നമ്മളെ പ്രോബ്ലം. ക്വസ്റ്റ്യൻ വായിക്കാം. യൂസിങ് ILD ഡിറ്റർമൈൻ ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സെക്ഷൻ C. സിയിലുള്ള ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇൻ ദ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, നമുക്ക് ബീം നോക്കാം. AB ഒരു 2 മീറ്റർ ഡിസ്റ്റൻസിൽ 40 കിലോമീറ്റർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു UDL ഉണ്ട്. 4 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു UDL 10 km/m ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. 60 ഒരു 2 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 60 kN ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ 2 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 80 kN ആക്ട് ചെയ്യുന്നുണ്ട്. സെക്ഷൻ്റെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 4 മീറ്റർ തന്നിട്ടുണ്ട്. ദെൻ മൊത്തം സ്പാൻ വെച്ചാൽ 14 മീറ്റർ. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതേപോലെ ഡയഗ്രാം വരച്ച് തന്നിട്ടുണ്ടാവില്ല. ഡയഗ്രാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവുക എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ലോഡ് ഉള്ളത്. അപ്പം നമ്മൾ തന്നെ ഡയഗ്രാം വരക്കേണ്ടി വരും. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് തന്നെ ILD വരക്കുക. ILD4 ഷിയർ ഫോഴ്സിൻ്റെ ഡയഗ്രാം വരക്കുക. ഇതാണ് നമ്മൾ ഷിയർ ഫോഴ്സിൻ്റെ ഡയഗ്രാം. ഇവിടെയുള്ള വാല്യൂ നമുക്ക് എന്താണെന്നറിയാം, ഇവിടെയുള്ള വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ സെഡ് ബൈ എൽ. സെഡ് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സെക്ഷൻ എന്ന് വെച്ചാൽ 4 മീറ്റർ ആണ്. C വരെയുള്ള ഡിസ്റ്റൻസ് 4 മീറ്റർ. സോ 4/14 = 2/7 ഇവിടെ നോട്ടിട്ട് ഇവിടം വരെയുള്ള വാല്യൂ കിട്ടും. ദെൻ അടുത്ത ഇവിടുത്തെ വാല്യൂ, ഇവിടെ നോട്ട് ഇവിടം വരെയുള്ള വാല്യൂ L - Z/L. L എന്ന് വെച്ചാൽ 14, Z എന്ന് വെച്ചാൽ 4. അപ്പം /14 ചെയ്താൽ ഇവിടെ നോട്ടിട്ട് ഇവിടം വരെയുള്ള വാല്യൂ 5/7 എന്ന് കിട്ടും. ദെൻ ഈ ഓരോ ലോഡും, ഈ തന്നിരിക്കുന്ന ഓരോ ലോഡിൻ്റെ നേരെയും ഈ ഡയഗ്രത്തിലെ ലൈന് വരച്ചു കൊടുക്കുക. ദെൻ അതിന് Y1, Y2, Y3, Y4 എന്ന് വാല്യൂ ഇട്ട് കൊടുക്കുക. ദെൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ UDLന് ഷെയ്ഡ് എടുക്കണം. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാറിപ്പോവാണ്ടിരിക്കേണ്ടിയിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ Y1, Y2, Y3, Y4ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം.
അത് നമുക്കറിയാം y1 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2/7 ഡിവൈഡ് ബൈ 4. അങ്ങനെ ഓരോ ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോന്നിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് y1 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2/7 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 4/2/7 ഈസ് ഈക്വൽ ടു 2/y1. y1ൻ്റെ വാല്യൂ 1/7 കിട്ടി. ദെൻ അടുത്ത ട്രയാങ്കിൾ y2 ഉള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് y2 ഡിവൈഡഡ് ബൈ, നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ ചെയ്തില്ല, അത് പ്രശ്നമില്ല. 10 ഡിവൈഡ് ബൈ 5/7 ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ y2. അപ്പോൾ 8 ഡിവൈഡ് ബൈ y2 ഈ ക്രോസ് മൾട്ടിപ്ലൈലും ചെയ്ത് y2ൻ്റെ വാല്യൂ ഇട്ട് 4/7 എന്ന് കിട്ടും. ദെൻ y3ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, y3 കണ്ടുപിടിക്കുമ്പോൾ 6 ഡിവൈഡ് ബൈ y3 ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 5/7. ദെൻ y3ൻ്റെ വാല്യൂ കിട്ടുന്നത് 3/7. അതേപോലെ തന്നെ y4ഉം കാണുന്നത് 4 ഡിവൈഡ് ബൈ y4 ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 5/7. ദെൻ y4ന് വാല്യൂ കിട്ടും 2/7. ഓക്കെ. ദെൻ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ താഴെ ഉള്ളതിന് നെഗറ്റീവും മുകളിലുള്ളതിന് പോസിറ്റീവും കൊടുക്കണം. ദെൻ 40 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് y1 മൈനസ് ആണ് വരിക, താഴോട്ടാണ്, അതുകൊണ്ട് മൈനസ് ആണ് വരിക. y1ൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഷിയർ ഫോഴ്സ് ഈക്വൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. y1ൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 1/7 മൈനസ് 14 ഇൻറ്റു 1/7 മൈനസ് ഇത് UDL ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷിയർ ഫോഴ്സിൻ്റെ കണ്ടുപിടിക്കുമ്പം y1 പ്ലസ് 2/7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇവിടെ നോട്ടിയിട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 2 ഇൻറ്റു ഇവിടുത്തെ ലോഡ് 40, അത് ഇൻറ്റു ചെയ്തുമ്പോൾ ആ പോർഷനിൽ ഷിയർ ഫോഴ്സ് കിട്ടുക മൈനസ് 10 ഇൻറ്റു 1/7 പ്ലസ് 2/7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആ ഡിസ്റ്റൻസ് 2. അടുത്ത നെക്സ്റ്റ് മുകളിലേക്ക് വരുന്നു. അപ്പം 10 ഇത് വരുമ്പോൾ മൊത്തം പോസിറ്റീവ് ആയിരിക്കും. ഇത് UDL ആണ്. സോ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇത് 5/7 പ്ലസ് y2ൻ്റെ വാല്യൂ 4/7, 5/7 പ്ലസ് 4/7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 2 ഇൻറ്റു ഇവിടുത്തെ ലോഡ് 10. ദെൻ 10 ഇൻറ്റു 5/7 പ്ലസ് 4/7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2. ദെൻ 60. ദെൻ ഓരോ ലോഡും 60 ഇൻറ്റു y3 പ്ലസ് 80 ഇൻറ്റു y4 ചെയ്യാം. y3ക്കും y4നും വാല്യൂ കൊടുക്കുക. നമുക്ക് വാല്യൂ കിട്ടും 360 ഡിവൈഡ് ബൈ 7, അത് നമുക്ക് 51.428 kN കിട്ടും. അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻറ്റും ഇപ്പം ചെയ്ത പോലെ തന്നെയാണ്. സെക്ഷൻ ഉണ്ടാക്കുക, y1 y2 കണ്ടുപിടിക്കുക, അത് ബെൻഡിങ് മൊമെൻറ്റിൽ ഇക്വേഷനിൽ കൊടുക്കുക. ബാക്കി എല്ലാം സെയിം ആണ്. ഈ ഫിഗർ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഫിഗറും ബാക്കി ചെയ്ത എല്ലാ സ്റ്റെപ്പും സെയിം തന്നെയാണ് ഇപ്പം ചെയ്തതിൽ. നമ്മൾ ബെൻഡിങ് മൊമെൻറ്റത്തിൻ്റെ ഡയഗ്രാം വരച്ച് ഈ മുകളിലത്തെ വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ z ഇൻറ്റു L മൈനസ് z/L. z എന്ന് വെച്ചാൽ നമുക്ക് തന്ന സെക്ഷൻ അത് 4 ഈ മൊത്തം ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 14 ഡിവൈഡ് ബൈ 14. ദെൻ നമുക്ക് കിട്ടും 20/7. 20/7 ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടി. ദെൻ ഓരോ ലോഡിനും നേരെ ലൈന് വരച്ച് 40 നേരെയുള്ള ലൈന് വരച്ച്, ഇതിന് നേരെയുള്ള ലൈന് വരച്ച്, 60-ന് 80-ന് എല്ലാത്തിനും നേരെയുള്ള ലൈന് വരച്ച് ആ ലൈനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പം ചെയ്ത പോലെ തന്നെ y1 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു y1 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 20/7 ഡിവൈഡ് ബൈ 4. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y1ൻ്റെ വാല്യൂ കിട്ടും. y1 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 20/7 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു y1 ഈസ് ഈക്വൽ ടു 10/7 കിട്ടി. ദെൻ y2 കൺസിഡർ ചെയ്യുന്നു. y2 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 20/7 ഡിവൈഡഡ് ബൈ മൊത്തം ഡിസ്റ്റൻസ് 10. അങ്ങനെ നമുക്ക് y2ന് വാല്യൂ കിട്ടും. y2 ഈസ് ഈക്വൽ ടു 16/7 എന്ന് കിട്ടും. ദെൻ അതേപോലെ തന്നെ y3യും y4ഉം കണ്ടുപിടിക്കും. y3 കണ്ടുപിടിക്കുമ്പോൾ y3 ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 20/7 ഡിവൈഡ് ബൈ 10. അപ്പം y3ക്ക് വാല്യൂ കിട്ടും നമുക്ക് y3 ഈസ് ഈക്വൽ ടു 17/7 എന്ന് y3ക്ക് വാല്യൂ കിട്ടും. ദെൻ അതേപോലെ തന്നെ y4 കണ്ടുപിടിക്കുമ്പോൾ y4 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 20/7 ഡിവൈഡ് ബൈ 10. അപ്പം y4ന് വാല്യൂ കിട്ടും നമുക്ക് 8/7 എന്ന് y4ന് വാല്യൂ കിട്ടും. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷനിൽ കൊടുക്കുന്നത് 14 ഇൻറ്റു y1 ഈ ലോഡ് 40 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് y1 പ്ലസ് അവിടുത്തെ 10 UDL വരുമ്പോൾ 2 സെക്ഷനും കൺസിഡർ ചെയ്യണം. ഇതൊരു സെക്ഷനായിട്ട് ഇതൊരു സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ. അപ്പോൾ 10 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഇത് 10/7ഉം ഇത് 20/7ഉം. 10/7 പ്ലസ് 20/7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്
ഇൻറ്റു 2 ഇൻറ്റു ആ ലോഡ് ഇവിടെ ലോഡ് 10 ഇൻറ്റു ചെയ്യുക. ദെൻ അതേപോലെ തന്നെ ഈ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പം 20/7 പ്ലസ് y2 കിട്ടിയ വാല്യൂ 16/7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 2 തന്നെ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണ് ഇൻറ്റു ചെയ്യുന്നത്. 2 മാത്രമല്ല, ഇവിടെ ചിലപ്പം 3 ഡിസ്റ്റൻസ് മാറി വരാം. 3 വരും, 4 വരും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ചിലപ്പോൾ നമുക്ക് മാറിപ്പോകും. ഇത് ചെയ്യുമ്പോൾ 2 തന്നെ എടുത്തു പോകും. അത് എന്തായാലും ശ്രദ്ധിക്കണമെന്ന്. ദെൻ ഓരോ വാല്യൂസ് ഇൻറ്റു ചെയ്യുക. 60 ഇൻറ്റു y3, ദെൻ 80 ഇൻറ്റു y4. അങ്ങനെ y3ക്കും y4നെല്ലാം വാല്യൂ കണ്ടുപിടിച്ചിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ കൊടുത്തു. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. ചെയ്തല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ല. ആദ്യം ILD4 ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്, മുകളിലത്തെയും താഴത്തെയും വാല്യൂ Z/L-ഉം L-Z കൊടുക്കുന്നത്. ദെൻ ആയത്തിൻ്റെ y1, y2, y3 എല്ലാം കണ്ടുപിടിച്ച് ഷിയർ ഫോഴ്സ് ഇക്വേഷനിലേക്ക് കൊടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെൻറ്റ് വരുമ്പോൾ മാത്രമല്ല സംഭവം മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. ബെൻഡിങ് മൊമെൻറ്റ് ILD4 ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഫിഗർ മാത്രമേ മാറുന്നുള്ളൂ, ഫിഗർ മാറുന്നുണ്ട്. ദെൻ നേരത്തെ അതുപോലെ തന്നെ y1, y2, y3, y4 എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, സിമ്പിളായിരുന്നു. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഒരു മൂവിങ് ലോഡിൻ്റെ പ്രോബ്ലമാണ്. ഇതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെയ്യാനും വലിയ വ്യത്യാസമൊന്നുമില്ല. മൂവിങ് ലോഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നോക്കാം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാസ് എ സ്പാൻ ഓഫ് 50 മീറ്റർ. ഒരു സ്പാൻ കണ്ടിട്ടുണ്ട്, 15 മീറ്ററിലൊരു സ്പാൻ വന്നിട്ടുണ്ട്. ഒരു UDL ഓഫ് 40 kN and 5 meter long crosses the girdle from left to right. ലെഫ്റ്റ് ടു റൈറ്റ് നിന്ന് ഒരു ഗേർഡർ ക്രോസ് ചെയ്യുന്നുണ്ട്. 5 മീറ്റർ സ്പാന് 40 kN ആയിരിക്കും അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. ഓക്കെ, ദെൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ടു റൈറ്റ് ഡ്രോ ദി ILD4 ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൂവ്മെൻറ്റ് അറ്റ് സെക്ഷൻ 6 meter ഫ്രം ലെഫ്റ്റ് എൻഡ്. 6 meter ഫ്രം ലെഫ്റ്റ് എൻഡിലെ സെക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ILDയും ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സിൻ്റെയും ILD വരക്കണം. ദെൻ ആ ഡയഗ്രം ഉപയോഗിച്ചിട്ട് യൂസ് ദീസ് ഡയഗ്രം ടു കാൽക്കുലേറ്റ് ദ മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദിസ് സെക്ഷൻ. ഈ 6 മീറ്ററിലെ ഡിസ്റ്റൻസിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രം കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഷിയർ ഫോഴ്സിൻ്റെ ILD വരയ്ക്കാം. ILD വരച്ച് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ Z/L, ഇവിടുത്തെ കണ്ടുപിടിക്കാം L-Z/L കണ്ടുപിടിക്കാം. Z സെക്ഷൻ ആയിരിക്കും 6 meter വന്നിട്ടുണ്ട്. മൊത്തം ഡിസ്റ്റൻസ് 14. അപ്പം Z/L നിൽക്കും 0.4 എന്ന് കിട്ടും. then L-Z കണ്ടുപിടിക്കുന്നത് L എന്ന് വെച്ചാൽ 15, Z എന്ന് വെച്ചാൽ 6, ഇവിടെ 5 0.6 എന്ന് കിട്ടും. ഇത് മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റ്, മാക്സിമം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് രണ്ടെണ്ണം കണ്ടുപിടിക്കണം. മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സും മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കണം. സോ ഈ UDL രണ്ട് സൈഡിലും ആക്ട് ചെയ്യണം. സെയിം ഡിസ്റ്റൻസ് തന്നെ രണ്ട് സൈഡിലും ആക്ട് ചെയ്യണം. ഇവിടെ 5 meter തന്നെ ഇവിടത്തെയും കണ്ടുപിടിക്കണം. ഇത് രണ്ട് സെപ്പറേറ്റ് വേണം കണ്ടുപിടിക്കണം. ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ y1ഉം y2ഉം, y1ൻ്റെ വാല്യൂം y2ൻ്റെ വാല്യൂം കണ്ടുപിടിക്കണം. y1 ഡിവൈഡഡ് ബൈ 1 = 0.4 ഡിവൈഡ് ബൈ 6. അതുപോലെ തന്നെ y2 ഡിവൈഡഡ് ബൈ 4 = 0.6 divided by 9. Then y1 is equal to 0.667, y2 is equal to 0.267. രണ്ടിൻ്റെയും വാല്യൂ കിട്ടി. then maximum നെഗറ്റീവ് ഷിയർ ഫോഴ്സ് നേരത്തെ പോലെ തന്നെ ഓരോ ലോഡ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ഇൻറ്റു ചെയ്യാം. മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് അപ്പം താഴെ എടുത്ത് then y1 പ്ലസ് നേരത്തെ ചെയ്ത പോലെ തന്നെ y1 പ്ലസ് ഈ ഡിസ്റ്റൻസ് 0.4 divided by 2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 5 ആണ്, ഇൻറ്റു 5 ഇൻറ്റു ഇവിടുത്തെ ലോഡ് 40 kN ആണല്ലോ, 40 kN/m ഇൻറ്റു ആ UDLും ഇൻറ്റു ചെയ്യുക. അതാണ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. 40 ഇൻറ്റു 0.4 പ്ലസ് 0.y1 0.0667 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആ മൊത്തം ഡിസ്റ്റൻസ് 5, മൊത്തമല്ല ആ UDL ആക്ട് ചെയ്ത ഡിസ്റ്റൻസ് 5. ദെൻ നമുക്ക് 46.67 kN എന്ന് വാല്യൂ കിട്ടും. ദെൻ അതേപോലെ തന്നെ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കുന്നത്. ഇപ്പം കണ്ടുപിടിച്ചാൽ തന്നെ പോസിറ്റീവ് മുകളിലായിരിക്കും വരിക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 0.6 പ്ലസ് y2ന് വാല്യൂ കിട്ടി നമുക്ക് 0.267 എന്ന് കിട്ടും. അപ്പം 0.6 പ്ലസ്
267 divided by 2 into ഈ മൊത്തം ഡിസ്റ്റൻസ് 5 into ഈ ലോഡ് 40. അതാണ് പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. നമുക്കത് കിട്ടി 86.67 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റ് എഴുതുമ്പോൾ മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. സോ രണ്ടിൻ്റെ ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റും എഴുതുമ്പോൾ യൂണിറ്റ് എഴുതണം. ഷിയർ ഫോഴ്സ് വരുമ്പോൾ കിലോ ന്യൂട്ടണും ബെൻഡിങ് മൊമെൻറ്റും വരുമ്പോൾ കിലോ ന്യൂട്ടൺ മീറ്ററും എഴുതാൻ മറക്കരുത്. ദെൻ നമ്മൾ അതിന് കണ്ടുപിടിക്കാൻ പോകുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച് ഇനി അടുത്ത് കണ്ടുപിടിക്കുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. നമ്മൾ ആദ്യം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഡയഗ്രാം വരച്ച് ഇവിടുത്തെ വാല്യൂ എടുക്കുന്നത് Z*L-Z/L. Z 6 സെക്ഷൻ 6 15 മൈനസ് 6 ഡിവൈഡ് ബൈ 15 അത് നമുക്ക് കിട്ടും 3.6 എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ UDL എവിടെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞിട്ടില്ല. സോ ഈ ഡിസ്റ്റൻസ്, ഈ എക്സ് ഡിസ്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് കണ്ടുപിടിക്കേണ്ട ഒരു വാല്യൂ ആണ് x/d = Z/L. എക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലോഡ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്. Z എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ സ്പാൻ UDLൻ്റെ മൊത്തം ഡിസ്റ്റൻസ് ആണ് D ആണ്. UDLൻ്റെ മൊത്തം ഡിസ്റ്റൻസ് ആണ് D. പിന്നെ Z എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സെക്ഷൻ. L എന്ന് വെച്ചാൽ മൊത്തം സ്പാൻ 15. ദെൻ നമുക്ക് x/5 = 6/15 കൊടുക്കുക. ദെൻ എക്സിന് നമുക്ക് വാല്യൂ കിട്ടും 2 എന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. ആ 2 ആണ് ഇത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ നോട്ടിട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 2 ആണ് കിട്ടി. ഓക്കെ ആണല്ലോ. ദെൻ UDLിലെ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്ത് y1ഉം y2ഉം കണ്ടുപിടിക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. y1 ഡിവൈഡ് ബൈ 4 = ഈ ഡിസ്റ്റൻസ് 3.6 ഡിവൈഡ് ബൈ 6. അങ്ങനെ നമുക്ക് y1ൻ്റെ വാല്യൂ കിട്ടും. y1 ഡിവൈഡ് ബൈ 4 = 3.6 ഡിവൈഡ് ബൈ 6. y1ൻ്റെ വാല്യൂ കിട്ടും 2.4 എന്ന്. ദെൻ y2 ഡിവൈഡ് ബൈ 6 = 3.6 ഡിവൈഡ് ബൈ 9. ദെൻ നമുക്ക് y2ന് വാല്യൂ കിട്ടും 2.4 എന്ന് y2ന് വാല്യൂ കിട്ടും. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് രണ്ടും പോസിറ്റീവ് ആയിരിക്കും. 40 ഇൻറ്റു ഈ ലോഡ് 14 ആണല്ലോ, 40 കിലോ ന്യൂട്ടൺ മീറ്റർ. ദെൻ 14 ഇൻറ്റു y1 പ്ലസ് ഈ ഡിസ്റ്റൻസ് 3.6 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഈ മൊത്തം ഡിസ്റ്റൻസ് 2. 14 ഇൻറ്റു 3.6 പ്ലസ് 2.4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആ ഡിസ്റ്റൻസ് 2. ദെൻ അടുത്ത സെക്ഷൻ ചെയ്യുമ്പോൾ 14 ഇൻറ്റു രണ്ടും ഒരുമിച്ചാണ് പ്ലസ് ചെയ്യേണ്ടത്, മാക്സിമം അല്ലേ. അപ്പോൾ 14 ഇൻറ്റു y2 പ്ലസ് ഈ ഡിസ്റ്റൻസ് 3.6 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ 5 - 2 3 ആയിരിക്കും വരിക. അതാ 14 ഇൻറ്റു 3.6 പ്ലസ് 2.4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3. ദെൻ നമുക്ക് വാല്യൂ കിട്ടും 240 പ്ലസ് 360 = 600 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ILD4 സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെയും പിന്നെ 2 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഓവർ ഹാങ്ങിങ് ബീമിൻ്റെ ILDയും കുറച്ച് പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. മാക്സിമം വേഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU സിവിൽ ആൻഡ് മെക് കോർണർ. താങ്ക് യു.